നമസ്തേ. 9ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സ്നേഹപൂർവ്വം ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ് സാറിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി അങ്ങ് തീർത്ത് ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന മോഡൽ പരീക്ഷയ്ക്കും മാർച്ചിൽ വരാൻ പോകുന്ന കൊല്ല പരീക്ഷയ്ക്കും വേണ്ടി റെഡി ആവാൻ പോവാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഉഷാറായിക്കോളൂ. ഇതാ നമ്മൾ ഉഷാറായിട്ട് തീ പറിച്ചുകൊണ്ട് നേരെ പോകുന്നത് എത്രാമത്തെ ചാപ്റ്ററിലേക്കാണ്? 8ാമത്തെ പാഠം. അഷ്ടമഹാപാഠ ഗച്ഛാമോ വയം എന്ന് പറയുന്ന ഒരു പാഠമാണ് അല്ലേ. നമുക്ക് പോവാം എന്നൊരു അർത്ഥമാണ് ഗച്ഛാമോ വയം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് പാഠം വായിക്കാം. പാഠപ്രവേശം നോക്കിക്കോ മക്കളെ. പാഠപ്രവേശ വായിച്ചേ. എന്താണ് പാഠപ്രവേശയിലുള്ളത്? അധ്യയനാപേക്ഷയാ മാനസോല്ലാസായ പ്രായേണ സർവേ യാത്രമപി കുർവന്തി. അധ്യയനാപേക്ഷയാ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, പിന്നെയോ മാനസോല്ലാസായ. നമ്മൾ പഠനയാത്ര പോകും. ആ ബസ്സിൻ്റെ മുമ്പിൽ എന്താ എഴുതിയിട്ടുള്ളത്? അധ്യയനയാത്ര എന്ന് വെച്ചാൽ പഠനയാത്ര അല്ലേ. അപ്പം പഠനയാത്രകൾ നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ ടൂർ പോകുന്ന പോലെ നമ്മൾ പഠനയാത്ര, സ്റ്റഡി ടൂർ അല്ലേ, നമ്മൾ സ്റ്റഡി ടൂർ പോകാറുണ്ട്. നിങ്ങളെല്ലാവരും ടൂർ പോയിട്ടുണ്ടോ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റഡി ടൂർ പോകും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ യാത്രകളിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ഉണ്ടാവും. അപ്പോൾ സ്റ്റഡി ടൂറ് പഠിക്കുക എന്നുള്ള അത് മാത്രമല്ലാണ്ട് അടിച്ചു പൊളിക്കാനുള്ള ടൂറും നമുക്ക് വേണം അല്ലേ. അപ്പോൾ മാനസോല്ലാസായ മാനസത്തിൻ്റെ ഉല്ലാസത്തിന് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും പ്രായേണ സർവേ യാത്രാമപി കുർവന്തി, എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രായേണ സാധാരണഗതിയിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? യാത്രാം കുർവന്തി, യാത്ര ചെയ്യുന്നു. നോക്കിയേ, ഭവന്തഃ കുത്രാപി വിനോദയാത്രാം കൃതവന്തഃ കിം. നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ യാത്രകൾ നടത്തിയിട്ടുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വിനോദയാത്ര പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് മാഷ, ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് മാഷ, ഞാൻ ഡൽഹി പോയിട്ടുണ്ട്, ഞാൻ ചെന്നൈ പോയിട്ടുണ്ട്, ഞാൻ UP പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുളു മണാലി പോയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിദേശത്തേക്ക് പോയിട്ടുണ്ട്, ഭാരതത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിനോദയാത്ര പോയിട്ടുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. യാത്രാം കൃത്വ യാത്രാവിവരണം കേ ലിഖന്തി. നിങ്ങളിൽ ആരൊക്കെ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് യാത്രാ വിവരണം എഴുതാറുണ്ട്? യാത്ര പോയിട്ട് വന്നിട്ട് അതിനെക്കുറിച്ചൊരു വിവരണം അല്ലേ, ട്രാവലോഗ് അല്ലേ, ഞാൻ അവിടെ പോയി, അപ്പോൾ ഞാൻ അത് കണ്ടു ഇത് കണ്ടു. ഈ യാത്രാ വിവരണം എഴുതുമ്പോൾ എന്താ ഗുണം? എന്താ? നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് വായിക്കുമ്പോൾ ആ ഓർമ്മകൾ അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ഒരു കാര്യം പോലും വിടാതെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ യാത്രാവിവരണം എഴുതുക. അതൊരു നല്ല ശീലമാക്കി വളർത്തിക്കൊണ്ടുവരിക. ഏകം യാത്രാവിവരണം പഠാമഹ. അപ്പോൾ നമ്മുടെ ഈ ഗച്ഛാമോ വയം എന്ന് പറയുന്ന പാഠം ഇവിടെ ഒരു യാത്രാവിവരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ എന്താണ്? പഠനത്തിൻ്റെ ആവശ്യം മാത്രമല്ല, മനസ്സിന് ആനന്ദം ലഭിക്കാനും സാധാരണ എല്ലാവരും യാത്രകൾ നടത്താറുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വിനോദയാത്ര നടത്തിയിട്ടുണ്ടോ? യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ യാത്രാവിവരണം എഴുതുന്നത് ആരൊക്കെയാണ്? നമുക്കൊരു യാത്രാവിവരണം വായിക്കാം. ആ മുഖത്തിലേക്ക് പോവാണ്. പ്രാചീന കാലാദാരഭ്യ മാനവാഹ അന്വേഷണ കുതുകിനഃ ഭവന്തി. പണ്ട് തൊട്ടേ, വളരെ പണ്ട് മുതലേ, പ്രാചീനമായിട്ടുള്ള കാലം മുതലേ മാനവാഹ മനുഷ്യർ അല്ലേ, മനുവിൻ്റെ മക്കളായ മനുഷ്യർ അന്വേഷണ കുതുകിനഃ അന്വേഷിക്കാൻ എപ്പോഴും എന്താണ് അതെന്താണ് ഇതെന്താണ് അവിടെ എന്താണ് അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി, കൗതുകമുള്ളവരായിരുന്നു. കുത്തുക്കികൾ എന്ന് പറഞ്ഞ എന്താണ്? കൊതുകല്ല കേട്ടോ, കുത്തുക്കി എന്ന് പറഞ്ഞ എന്താണ്? കൗതുകം, ക്യൂരിയസ് ആയിരിക്കുക, അപ്പുറത്ത് എന്താണെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു മല കാണുന്നുണ്ട്. അപ്പോൾ മലയുടെ അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ കുറച്ച് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി. അങ്ങനെ അവർ മലയുടെ അപ്പുറത്ത് പോയപ്പോൾ അവിടെ അതാ വലിയൊരു നാട് കാണുന്നു. അതുവരെ അങ്ങനെ ഒരു നാട് അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചുരം കയറിയപ്പോഴാണ് നാട് കണ്ടത്. അങ്ങനെ നാട് കണ്ട ചുരത്തിന് നമ്മൾ നാട് കാണി ചുരം എന്നൊക്കെ പേരിട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അപ്പുറത്ത് എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എന്തായിരിക്കും, ഈ പുഴയുടെ അക്കരെ എന്തായിരിക്കും, ഈ കടലിൻ്റെ അക്കരെ എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് മനുഷ്യന്മാർ തോണിയിലും കപ്പലിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതും ഓരോരോ ദ്വീപുകളും ഓരോരോ പുതിയ രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ പണ്ട് കാലം തൊട്ടേ മനുഷ്യർ അന്വേഷണ കുത്തുക്കികൾ ആയിരുന്നു. തേഷാം ഔത്സുക്യസ്യ കിഞ്ചനോദാഹരണം ഭവതി യാത്ര. അവരുടെ ഈ ഉത്സുക്യത എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ഉത്സാഹം, ഒരു ക്യൂരിയോസിറ്റി,
അതിനുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? യാത്രകളാണ്. അപ്പോൾ യാത്ര ഉണ്ടാവാനുള്ള, യാത്രകൾ മനുഷ്യന്മാർ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഈ കൗതുകം ഉള്ളത് കൊണ്ടാണ്. പലതും പുതിയത് അറിയാനുള്ള കൗതുകത്തിൻ്റെ റിസൾട്ടാണ് യാത്രകൾ. അപ്പോൾ ഓരോ യാത്രകളും പുതിയതെന്തെങ്കിലും നമുക്ക് പഠിപ്പിക്കുന്നു അല്ലേ? ഓരോ യാത്രയും ഓരോ പാഠങ്ങൾ, ഓരോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ശരിയാണോ? യാത്രാഹ മനോരഞ്ജികാഹ സുഖദായികാശ്ച ഭവന്തി. യാത്രകളുടെ പ്രത്യേകത എന്താണ്? യാത്രകൾ മനോരഞ്ജികാഹ, മനോരഞ്ജനം, മനസ്സിനെ രഞ്ജിപ്പിക്കുന്നു, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. സുഖദായികാശ്ച ഭവന്തി, പിന്നെ നമുക്ക് എന്ത് ദായികയാണ്? എന്താ തരുന്നത്? സുഖദായിക, സുഖവും തരുന്നു. പിന്നെ നോക്ക്, യാത്രയാ വിവിധ ദേശ ഭാഷാ സംസ്കൃതി ജ്ഞാതും ശക്യത. യാത്ര കൊണ്ട് നമുക്ക്, യാത്രയിൽ നിന്ന് നമുക്ക് എന്തറിയാൻ പറ്റും? വിവിധ ദേശ, ഒരുപാട് വ്യത്യസ്തങ്ങളായ ദേശം, നാടുകൾ, ഭാഷ അല്ലേ? ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ? അപ്പോൾ വേറെ വേറെ ഭാഷകൾ. സംസ്കൃതി എന്ന് പറയുമ്പോൾ അവരുടെ സംസ്കാരം അല്ലേ? കൾച്ചർ. അപ്പോൾ വ്യത്യസ്തമായ സംസ്കൃതികൾ. ജ്ഞാതും ശക്യത, അറിയാൻ വേണ്ടി കഴിയുന്നു. ഇതാനും ഏകം യാത്രാവിവരണം പഠാമഹ. ഇവിടെ നമുക്കൊരു യാത്രാവിവരണം പഠിക്കാം. സംസ്കൃത ഭാഷാം പഠന്ത്യാഹ ഛാത്രായാഹ രാധികായാഹ ദൈനികം പശ്യാമഹ. അപ്പോൾ സംസ്കൃത ഭാഷ പഠിക്കുന്ന പെൺകുട്ടി രാധിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. പ്രാചീനകാലം മുതൽ മനുഷ്യർ അന്വേഷണ കുതുകികളാണ്, ക്യൂരിയസ് ആണ്, റിസർച്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉള്ളവരാണ് അല്ലേ? അവരുടെ കൗതുകത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് യാത്ര എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ? യാത്രകൾ വിനോദപ്രദവും സുഖം നൽകുന്നതുമായിരിക്കും. യാത്രയിലൂടെ വിവിധ രാജ്യങ്ങളെയും ഭാഷകളെയും സംസ്കാരങ്ങളെയും അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്കൊരു യാത്രാ വിവരണം വായിക്കാം. സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥിനിയായ രാധികയുടെ ഒരു ദിനരേഖ, ഒരു ഡയറി, ഒരു ദൈനികിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, രാധിക എന്താ എഴുതിയത്? അദ്യ പ്രഭാതേ അത്യുത്സാഹേന ഉത്ഥായ പഠനയാത്രയായി അഹം വിദ്യാലയം ആഗച്ഛം. അദ്യ പ്രഭാതേ, ഇന്ന് രാവിലെ, അത്യുത്സാഹേന, അത്യുത്സാഹം, അങ്ങേയറ്റത്തെ ഇൻട്രസ്റ്റോടുകൂടി, ഉത്സാഹത്തോടുകൂടി, താത്പര്യത്തോടുകൂടി, ഉത്ഥായ, എഴുന്നേറ്റിട്ട്, പഠനയാത്രയായി, പഠനയാത്രക്കായിട്ട്, സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട്, അഹം, ഞാൻ, വിദ്യാലയം ആഗച്ഛം, വിദ്യാലയത്തിലേക്ക് പോയി അല്ലേ? അപ്പം ഞാൻ ഇന്ന് രാവിലെ അതിയായ ഉത്സാഹത്തോടെ എഴുന്നേറ്റിട്ട് സ്കൂളിലേക്ക് ഞാൻ പോയി. എന്തിനാ അതിയായ ഉത്സാഹം? സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, സ്റ്റഡി ടൂറാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. രാത്രിയാണല്ലോ നമ്മൾ ഡയറി എഴുതുക അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. എന്നിട്ട് നോക്കുക, പിന്നെന്താ രാധിക എന്താ പറയുന്നത്? അസ്മാകം ആഗമനാത് പൂർവമേവ അധ്യാപകാः സമാഗതാः ആസൻ. അസ്മാക്കം ആഗമനാത് പൂർവമേവ, ഞങ്ങൾ അവിടെ എത്തുന്നതിന് പൂർവമേവ, മുമ്പ് തന്നെ. പൂർവം എന്ന് പറയുമ്പോൾ മുമ്പ് അല്ലേ? അപ്പോൾ അസ്മാക്കം ആഗമനാത് പൂർവമേവ, ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ, അധ്യാപകാः, ഞങ്ങളുടെ പഠിപ്പിക്കുന്ന ആളുകളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും, അധ്യാപകർ, ഗുരുജനങ്ങളെല്ലാവരും, സമാഗതാः ആസൻ, അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അധ്യാപകർ എത്തിയിരുന്നു. സപ്തവാദനെ വയം വിദ്യാലയാത്ത് പ്രസ്ഥിതാഹ. സപ്തവാദനെ എന്ന് പറഞ്ഞാൽ 7 മണി. 7 മണിക്ക് ഞങ്ങൾ വിദ്യാലയാത്ത് പ്രസ്ഥിതാഹ, 7 മണിക്ക് തന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. പ്രസ്ഥിതാഹ, വിദ്യാലയാത്ത്, സ്കൂളിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. 7 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഹിതാ ആൻമരിയാച്ച മയാ സാക്കം ഉപവിശാതം. അപ്പോൾ ഹിതയും ആൻമരിയയും മയാസാക്കം, എൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരാണ് അടുത്തടുത്തിരിക്കുന്നത് കേട്ടോ. ഫിദയും ആൻമരിയയും എൻ്റെ കൂടെ ഇരുന്നിരുന്നു. യാത്രാമധ്യേ സർവേ ഗീത നൃത്യാദിഭിः അത്യധികം സന്തുഷ്ടാः അഭവൻ.
യാത്രാമധ്യേ, യാത്രയുടെ മധ്യത്തിൽ, യാത്രയുടെ ഇടയിൽ, സർവേ എല്ലാവരും ഗീതനൃത്യാദിഭിഹി അത്യധികം സന്തുഷ്ടാഹ ഭവൻ. ഡാൻസും പാട്ടും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരും വളരെയധികം ഹാപ്പിയായി. അപ്പോൾ യാത്രക്കിടയിൽ എല്ലാവരും പാട്ടും നൃത്തവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടും നൃത്തവും മുതലായവയിലൂടെ എല്ലാവരും വളരെ ഹാപ്പിയായി. എല്ലാവരും പാട്ട് പാടി ഡാൻസ് കളിച്ച് എല്ലാവരും ആടണം പാടണം. മനസ്സിലായ? അപ്പോൾ യഥാ വയം തൃശ്ശിവപുര നഗര്യാഹ രാജമാർഗം പ്രവിഷ്ടാഹ തദൈവ പൂരമഹോത്സവസ്യ തഥാ ഗജരാജാനാം ച അവിസ്മരണീയം ദൃശ്യം മനസ്സി സമായാതിസ്മ. ഇവരുടെ ഈ വണ്ടി, ടൂറ് പോകുന്ന ഈ വണ്ടി, ബസ് കൊടുത്തു, ഇതാണ് ബസ്. അപ്പോൾ ഇവരുടെ ഈ ബസ് നമ്മുടെ തൃശ്ശൂരൊക്കെ അങ്ങോട്ട് കയറി, തൃശ്ശൂർ റൗണ്ട് അല്ലേ. തൃശ്ശിവപുരം എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ൻ്റെ പഴയ പേരാണ്, ശരിക്കുള്ള പേരാണ് തൃശ്ശിവപുരം അല്ലേ, തൃശ്ശിവപേരൂർ. അപ്പോൾ തൃശ്ശിവപുരത്ത് തൃശ്ശൂരിൻ്റെ ആ റൗണ്ടിൽ, ആ രാജമാർഗം, ആ ഹൈവേയിലേക്ക് വണ്ടി അങ്ങ് കയറിയപ്പോൾ അവിടെ എന്താ കണ്ടത് ഇവർ? തൃശ്ശൂർ പൂര മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളും. പിന്നെന്താ, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ? എന്താണ്? ഗജരാജാനം. ഇഷ്ടം പോലെ വലിയ 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 സൈസിലുള്ള വലിയ കൊമ്പന്മാരെ പോലത്തെ ആനകൾ അല്ലേ. ആനകൾ, ഗജം എന്ന് പറയുമ്പോൾ ആനകളാണ്. ആനകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആനകൾ ഇങ്ങനെ ജീവനുള്ള ആനകളാണ് കേട്ടോ, നിരത്തി വെച്ചിരിക്കുന്ന പ്രതിമയല്ല. അവിടെ നിരന്ന് നിൽക്കുകയാണ് കൊമ്പന്മാർ അല്ലേ. ആനകൾ ഇങ്ങനെ ഫോട്ടോ നോക്കി എത്ര ആനകളാണല്ലേ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാണേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ. എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അതുവഴി ടൂറ് പോയത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ആനകൾ കണ്ടു. ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ. എന്തൊരു സന്തോഷമാണ് ആനകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തൃശ്ശിവപേരൂർ നഗരിയുടെ രാജമാർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പൂരോത്സവത്തിൻ്റെയും ആനകളുടെയും മറക്കാനാവാത്ത ദൃശ്യം മനസ്സിൽ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ മനസ്സിലാണത് തെളിയുന്നത് കേട്ടോ. ബാലാരുണസ്യ സുവർണകിരണൈഹി സമലങ്കൃതാനി വടക്കാഞ്ചേരി പ്രദേശസ്ഥാനി വ്രീഹിക്ഷേത്രാണി ഗ്രാമീണ സൗകുമാര്യം ദ്വിഗുണീകുർവന്തി. അപ്പോൾ അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തല്ല അവർ പോയത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആനകളും പൂരമൊക്കെ ഉള്ളതായിട്ട് പെട്ടെന്ന് ആ കുട്ടിയുടെ മനസ്സിലേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാലാരുണസ്യ സുവർണകിരണൈഹി. ബാലാരുണൻ എന്ന് പറയുമ്പോൾ ഒരു ഉദയസൂര്യൻ, കുഞ്ഞു സൂര്യൻ അല്ലേ, ജനിച്ച പാടെയുള്ള സൂര്യൻ. അപ്പോൾ ഉദയസൂര്യൻ്റെ സ്വർണ്ണകിരണൈഹി, സുവർണകിരണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണകിരണങ്ങളാൽ. അപ്പോൾ ഉദയസൂര്യൻ്റെ സുവർണകിരണങ്ങളാൽ സമലങ്കൃതാനി, നന്നായി അലങ്കരിക്കപ്പെട്ട വടക്കാഞ്ചേരി പ്രദേശത്തെ എന്താണ്? വടക്കാഞ്ചേരി പ്രദേശത്തെ വ്രീഹിക്ഷേത്രാണി, പാടങ്ങളല്ലേ, നെൽവയലുകൾ, ഗ്രാമീണ സൗന്ദര്യം, ഗ്രാമത്തിൻ്റെ ആ ഒരു സൗകുമാര്യത, ഗ്രാമ സൗന്ദര്യം ദ്വിഗുണീകുർവന്തി. ദ്വിഗുണം എന്ന് പറയുമ്പോൾ ഇരട്ടിക്കുക. അപ്പോൾ കണ്ടത്തിൽ, വടക്കാഞ്ചേരിയിൽ കുറേ കണ്ടമുണ്ട്, പാടമുണ്ട്. അങ്ങോട്ടേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ സൂര്യാംശോരോ അയൽപ്പൂവിലും വൈരം പതിക്കുന്നു അല്ലേ. അപ്പോൾ സൂര്യൻ്റെ കിരണം, സൂര്യാംശം ഇങ്ങനെ വയൽപ്പൂവിൽ, ആ കണ്ടത്തിലേക്കുള്ള നെല്ലിലും പുല്ലിലൊക്കെ ഇങ്ങനെ ആ സൂര്യകിരണം ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ മുത്തും പവിഴവും പതിച്ചതുപോലെ സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ. അപ്പോൾ മോർണിംഗിൽ, ആ അതിരാവിലെയാണ് കണ്ടം കാണാൻ നല്ല രസമാണ് അല്ലേ. രാവിലെ എണീറ്റ് കണ്ടം നോക്കണേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെന്ത് സംഭവിച്ചു? അനന്തരം പിന്നീട് അത്രത്യം പ്രശാന്തസുന്ദരം വാതാവരണം കേരള കലാമണ്ഡലം പ്രവിഷ്ടാനസ്മാൻ സ്വീചകാര. അങ്ങനെ അതിന് ശേഷം അവരെന്ത് ചെയ്തു? പ്രശാന്തസുന്ദരം, വളരെ ശാന്തവും അതുപോലെ സുന്ദരവും, വളരെ സമാധാനവും പീസ്ഫുള്ളുമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്ന അന്തരീക്ഷമുള്ള വാതാവരണം, അന്തരീക്ഷമുള്ള തൃശ്ശൂർ, നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണല്ലേ നമ്മളുടെ തൃശ്ശൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും നടുക്കായിട്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം. ആ ഫോട്ടോയിൽ കാണുന്നത് എന്താ? കേരള കലാമണ്ഡലം. ഇതാരാ സ്ഥാപിച്ചത്? ഭാരതപ്പുഴയുടെ തീരത്ത് ആരാ സ്ഥാപിച്ചത്? പറഞ്ഞേ, കമൻറ്റ് ചെയ്തേ, ആരാ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? ആരാണ്? അപ്പോൾ കേരള കലാമണ്ഡലം അതിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ശാന്തമായിട്ടുള്ള ആ
ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു അന്തരീക്ഷം ഞങ്ങളെ സ്വീചകാര, ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങളെ സ്വാഗതം ചെയ്തു. അപ്പം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ പോയത് എങ്ങോട്ടാണ്? ഷൊർണൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ ശാന്തവും മനോഹരവുമായ അന്തരീക്ഷമുള്ള കേരള കലാമണ്ഡലം ഞങ്ങളെ സ്വാഗതം ചെയ്തു. അവിടെ എന്താ ഉള്ളത്? അത്ര ഭേദഭാവനാം വിനാ സർവാസാം കലാനാം അനുശീലനായ സർവേ സമർത്ഥാഃ ഭവന്തീതി ജ്ഞാനം മഹത്തഃ സന്തോഷസ്യ വിഷയഃ. എന്താണ് കേരള കലാമണ്ഡലത്തിൻ്റെ പ്രത്യേകത? അവിടെ ഭേദഭാവനാം വിനാ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട്, ഒരു ഭേദഭാവം, ഒരു വ്യത്യാസവും ഇല്ലാണ്ട്, ഞാൻ വലിയത് നീ ചെറുത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നീ ഇങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാവർക്കും പഠിക്കാൻ അറിവ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരള കലാമണ്ഡലം. അപ്പോൾ എല്ലാവരെയും ഇവിടെ ഭേദഭാവമില്ലാതെ ഏത് കലകളും പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധ്യമാണ്. അങ്ങനെയുള്ള ഒരു അറിവ് വലിയ സന്തോഷം നൽകുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി. കേരള കലാമണ്ഡലത്തിൽ പോയപ്പോഴാണ് നമ്മുടെ രാധികയ്ക്ക് മനസ്സിലായത്, അയ്യോ കേരള കലാമണ്ഡലത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ എന്ന്. അതൊരു വലിയ അറിവായിട്ട് തോന്നി. പിന്നെന്താ പറയുന്നത്? അധുനാ, ഇപ്പോൾ കൽപ്പിത സർവകലാശാലാരൂപേണ വികസിതേസ്മിൻ കലാലയേ കഥകളി, മോഹിനിയാട്ടം, കൂട്ടിയാട്ടം, ഭരതനാട്യം, തുള്ളൽ, പഞ്ചവാദ്യം ഇത്യാദീനി കലാരൂപാണി അഭ്യസിത്തും ദേശവിദേശേഭ്യഃ ഛാത്രാഃ സമായാന്തി. ഇപ്പോൾ ഇതൊരു കൽപ്പിത സർവകലാശാലയാണ് അല്ലേ? കൽപ്പിത സർവകലാശാല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റിയാണ്, പലതരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു കൽപ്പിത സർവകലാശാലയാണ്. അപ്പോൾ ഈ കൽപ്പിതമായ സർവകലാശാല യൂണിവേഴ്സിറ്റിയിൽ വികസിച്ച് വരുന്ന ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് വികസിച്ച് വരുന്ന ഈ ഒരു കലാലയത്തിൽ കഥകളി, മോഹിനിയാട്ടവും, കൂടിയാട്ടവും, ഭരതനാട്യം, തുള്ളൽ, പഞ്ചവാദ്യം എന്നിവ ഉൾപ്പെടുന്ന കലാരൂപങ്ങൾ പഠിക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമല്ല ദേശവിദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തുന്നുണ്ട്. തൈഹി കലാഛാത്രൈഹി സഹ മിഥോ ഭാഷണേന മമ മനസ്സി കലാപഠനായ അതീവ താത്പര്യം അജായത്. എന്താണ് പറയുന്നത്? ആ കലാവിദ്യാർത്ഥികളോടൊപ്പം സംസാരിച്ചതിലൂടെ എൻ്റെ മനസ്സിൽ കലാപഠനത്തോടുള്ള അതിയായ ആകാംക്ഷ ഉണ്ടായി, താത്പര്യമുണ്ടായി. അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും ഇതൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ ഉള്ളിലും ഇൻട്രസ്റ്റായി. കൂത്തമ്പലസ്യ വൈശിഷ്ട്യം ആകർണ്യ വിസ്മയീഭൂതാഹ വയം. കൂത്തമ്പലം, അപ്പോഴാണ് ഞാൻ കൂത്തമ്പലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് കേൾക്കുന്നത്. എന്താണ് ഈ കൂത്തമ്പലം? ആ ഫോട്ടോയിൽ കാണുന്ന സാധനമാണ്, ഇതാണ് കൂത്തമ്പലം. കണ്ടോ? എന്താണ് കൂത്തമ്പലം? കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ. എന്താണ് കൂത്തമ്പലത്തിൻ്റെ വൈശിഷ്ട്യം കേട്ടിട്ട് ഞങ്ങൾ കൂത്തമ്പലം കാണാൻ പോയി. എന്താണ് കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകതകൾ കേട്ട് ഞങ്ങൾ അത്ഭുതഭരിതരായി, അത്ഭുതം കൂറി പോയി നോക്കി അല്ലേ? കൂത്തമ്പലത്തിൽ പോയി നോക്കി. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്? പുരാവസ്തു കേന്ദ്രമുണ്ട്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ചതുഷ്ഷഷ്ടികലാനാം വിവരണാത്മകം ചലച്ചിത്രം ച അപശ്യാമ. ചതുഷ്ഷഷ്ടി അല്ലേ? എത്ര കലകളുണ്ട്? 64 കലകളാണ്. അപ്പോൾ 64 കലകളും അതിൻ്റെ വിവരണങ്ങളും ചലച്ചിത്രവും എല്ലാം നമ്മൾ ആ പുരാവസ്തു കേന്ദ്രത്തിൽ പോയപ്പോൾ കണ്ടു. അപ്പോൾ പുരാവസ്തു കേന്ദ്രത്തിലും 64 കലകളെക്കുറിച്ചുള്ള വിവരണാത്മകമായ ചലച്ചിത്രങ്ങളും ഞങ്ങൾ കണ്ടു. കലാമണ്ഡലത്തിൽ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? കലാമണ്ഡലസ്യ ഭിത്തികാസു അങ്കിതാനി നാനാവർണാനി ഭിത്തിചിത്രാണി ചിത്രകലായാः ഗരിമാനം വിവൃണ്വന്തി. അതിൻ്റെ ചുവരുകളിലെല്ലാം, കലാമണ്ഡലത്തിൻ്റെ ചുവരുകളിലെല്ലാം ചുവർ ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭിത്തി ചിത്രങ്ങൾ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയായി. എന്തുകൊണ്ട്? ആ ചിത്രങ്ങളിൽ ചിത്രകലയുടെ ഗാംഭീര്യവും ഗരിമയും സൗന്ദര്യവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപിച്ച വിവിധാസു കലാസു വിരാജിതാനാം മഹാരഥാനാം ഛായാചിത്രാണി ഏകസ്മിൻ പ്രകോഷ്ഠേ ക്രമശഃ വിന്യസ്താനി ദൃഷ്ട്വാ കേശാം വാ മനസ്സു കൗതുകം ന പുഷ്ണാതി. എന്താ പറയുന്നത്? ഇത് പോരാതെ അവിടെ പിന്നെ എന്തൊക്കെയുണ്ട്? വിവിധ കലാരൂപങ്ങളിൽ
ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഛായാചിത്രങ്ങൾ അങ്ങനെ അവിടെ ഒരു റൂമിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ ആരുടെ മനസ്സിലാണ് സന്തോഷവും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാവാണ്ടിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. കലാമണ്ഡലത്തിൻ്റെ ചുവരുകളിൽ വരച്ചിട്ടുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള ഭിത്തിചിത്രങ്ങൾ ചിത്രകലയുടെ മഹത്വം വ്യക്തമാക്കുന്നു. അതുപോലെ വിവിധ കലകളിൽ പ്രശസ്തരായ മഹാന്മാരുടെ ഫോട്ടോകൾ ഒരു മുറിയിൽ ക്രമമായി സജ്ജീകരിക്കുന്നത് കണ്ടാൽ ആരുടെ മനസ്സിൽ കൗതുകം വളരാതിരിക്കും? എല്ലാവരുടെയും മനസ്സിൽ കൗതുകം വളരും. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ നോക്കിയേ, തദനു പിന്നീട് നിലാനദ്യാഹ പുലിനേഷു വിരാജമാനം വല്ലത്തോൽ സ്മൃതി മന്ദിരം അപശ്യാമ. ഈ ഭാരതപ്പുഴയാണ് നമ്മൾ നിലാനദി എന്ന് വിളിക്കുന്നത് അല്ലേ? മലയാളത്തിൽ നിള എന്ന് പറയും, നീളാനദി എന്നൊക്കെ പറയും. അപ്പോൾ നീളമുള്ള നദി എന്നൊക്കെ മീനിങ്ങിൽ എടുക്കാൻ നിങ്ങൾക്ക് വേണം. കേരളത്തിലെ ഏറ്റവും വലിയ നദികൾ നീളം കൊണ്ടും വണ്ണം കൊണ്ടും അല്ലേ? ഭാരതപ്പുഴയും പേരാറും പെരിയാറും, ഭാരതപ്പുഴയും ആലുവപ്പുഴയും അല്ലേ? അപ്പോൾ ഇത് പേരാറാണ്. അപ്പോൾ പേരാറ് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴ അതിൻ്റെയൊക്കെ തീരത്ത് ഒരുപാട് വലിയ വലിയ ആൾക്കാർ, മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാടൊക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ് ജീവിച്ചിരുന്നത് അല്ലേ? അപ്പോൾ പി കുഞ്ഞിരാമൻ നായർ അല്ലേ, നിളയുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനും ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് നമ്മുടെ എന്ത് സ്ഥാപിച്ചത്? നേരത്തെ ഞാൻ ചോദിച്ചു, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ ഈ നിളാപുളിനങ്ങളേറ്റ് കിടക്കുന്ന വള്ളത്തോൾ സ്മൃതി മന്ദിരം അല്ലേ, വള്ളത്തോൾ സ്മൃതി മന്ദിരം കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. പിന്നെന്താ പറയുന്നത്? വള്ളത്തോൾ മഹാശയസ്യ അന്ത്യവിശ്രമസ്ഥാനമിതം കലാമണ്ഡലസ്യ പ്രാക്തന മന്ദിരം ആസീത്. അപ്പോൾ അവസാനം വള്ളത്തോൾ മരിച്ചു കഴിഞ്ഞ അവസാനം വള്ളത്തോളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു അന്ത്യവിശ്രമം, വള്ളത്തോളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നീളാനദിയാണ്, നീളനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വള്ളത്തോൾ സ്മൃതി മന്ദിരം ഞങ്ങൾ കണ്ടു. വള്ളത്തോൾ മഹാശയൻ്റെ അന്തിമ വിശ്രമസ്ഥാനമായ ഈ സ്ഥലം മുൻകാലത്ത് കലാമണ്ഡലത്തിൻ്റെ പഴയ ഒരു മന്ദിരമായിരുന്നു. അവിടെയാണ് വള്ളത്തോൾ സ്മൃതി മന്ദിരം. ഏതൻ മന്ദിരം യദ്യപി പൗരാണികം തഥാപി വിശിഷ്ടം രമണീയം ച വർത്തതെ. അപ്പോൾ അത് പഴയ കലാമണ്ഡലത്തിൻ്റെ പഴയൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും അത് ഇപ്പോഴും വളരെ വിശിഷ്ടവും രമണീയവുമായി തന്നെ ഇരിക്കുകയാണ്. ലഘുഭോജനാനന്തരം. അപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? അങ്ങനെ ഞങ്ങളൊരു ലഘുഭക്ഷണം, എന്തോ ചായയും കടിയും കഴിച്ചു. അപ്പോൾ ലഘുഭോജനാനന്തരം അതിനുശേഷം നിളാപുളിനെ ഉപവിശ്യ വയം അന്ത്യാക്ഷരി അഭിനയേന ചലച്ചിത്ര നാമകഥന ക്രീഡ. എന്താണ് അന്ത്യാക്ഷരി? നമ്മൾ അന്താക്ഷരി എന്നൊക്കെ പറയും അല്ലേ? അന്ത്യാക്ഷരി എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം പറഞ്ഞ് സിനിമാ പാട്ട് പാടുമായിരിക്കും. അപ്പോൾ പാട്ട് പാടുകയും ഞങ്ങൾ ഒരു അഭിനയത്തിൽ അഭിനയിച്ചുകൊണ്ട് സിനിമേൻ്റെ പേര് കണ്ടുപിടിക്കുക. അതിനെന്താ പറയുക? ഡബ് സ്മാഷോ. അപ്പോൾ അഭിനയിച്ചുകൊണ്ട് സിനിമയുടെ പേര് കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ കളികളൊക്കെ ഞങ്ങളവിടെ ആ ഭാരതപ്പുഴയുടെ മണൽത്തിട്ടയിലിരുന്ന് കളിച്ചു. നിളമണൽ തരികളിൽ അല്ലേ? ഇത്യാദിഭിഹി സാമോദം കാലം അയാപയാമഹ. തസ്മിൻ അവസരേ നിളാനദ്യാഹ പ്രാധാന്യം മാമാങ്കസ്യ ഐതിഹ്യം ച അധികൃത്യ അധ്യാപിക പ്രത്യപാദയത്. അപ്പം അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീച്ചർ വന്നിട്ട് ഈ നിളാനദി ഭാരതപ്പുഴയുടെ പ്രാധാന്യവും മാമാങ്കത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ അല്ലേ? ഭാരതപ്പുഴ നിളയുടെ തീരങ്ങളിൽ നാവായി, തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ട് 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 മാമാങ്കം എന്ന് പറയുന്ന ആ ഒരു കാര്യം നടന്നിരുന്നത് അല്ലേ? അപ്പം മാമാങ്കത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സാമൂതിരി കോലത്തിരി യുദ്ധത്തെക്കുറിച്ചുമൊക്കെ ചാവേർ മരണത്തെക്കുറിച്ചുമൊക്കെ വാൾപ്പയറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കുട്ടികൾക്ക്, രാധികയ്ക്കും കുട്ടികൾക്കും ടീച്ചർ പറഞ്ഞു കൊടുത്തു. നിളാം പ്രണമ്യ അസ്തമയ സൂര്യസ്യ മനോഹാരിതാം ച നേത്രൈഹി നിപീയ പ്രതിനിവൃത്താഹ. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു? നിളയെ, ഭാരതപ്പുഴയെ പ്രണമിച്ച് അസ്തമയ സൂര്യൻ്റെ ആ സൗന്ദര്യവും കണ്ടല്ലേ. നമ്മൾ പുഴകളെ പ്രണമിക്കണം. പുഴകളെ നമ്മൾ മലിനീകരിക്കാൻ പാടില്ല. പുഴകളെ മലിനമാക്കരുത്. പുഴകളെ നമ്മളെ പോലെ തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കണം. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പുഴയുടെ മുകളിലൊക്കെ എത്തുമ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ പുറത്തേക്ക് എറിയും. അങ്ങനെ ഒന്നും എറിയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമിനറിൻ്റെ മക്കൾ നല്ല മക്കളാണ്. അവർ ഒരു പുഴയെയും ഒരു കുളത്തെയും പ്രകൃതിയെയും മലിനമാക്കില്ല. ഒരു സ്ഥലത്തും വേസ്റ്റുകൾ വലിച്ചെറിയില്ല.
വെറുതെ പ്രകൃതിയെ നശിപ്പിക്കാനൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയെ നമസ്കരിച്ച് അസ്തമയ സൂര്യനെയും കണ്ട് പുറപ്പെട്ടു. അപ്പോൾ ഈ വള്ളത്തോൾ സ്മൃതി മന്ദിരം പുരാതനമായിരുന്നാലും അതീവ വിശേഷതയുള്ളതും മനോഹരവുമാണ്. ലഘുഭക്ഷണത്തിന് ശേഷം വീണ്ടും നീള നദീ തീരത്ത് ഇരുന്ന് ഞങ്ങൾ അന്ത്യാക്ഷരി, അഭിനയത്തിലൂടെ സിനിമാ നാമം പറയുന്ന കളി തുടങ്ങിയവ കളിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. ആ അവസരത്തിൽ വീണ്ടും നിള നദിയുടെ പ്രാധാന്യത്തെയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ച് അധ്യാപിക വിശദീകരിച്ചു. നിളയെ നമസ്കരിച്ച് അസ്തമയ സൂര്യൻ്റെ മനോഹാരിത കണ്ണുകളാൽ ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. സ്കൂളിൽ ഞങ്ങളെ കാത്ത് ആരുണ്ടായിരുന്നു? രക്ഷിതാക്കളുണ്ടായിരുന്നു. അമ്മയോടൊപ്പം വീട്ടിലെത്തി യാത്രയിൽ ലഭിച്ച മധുരമായ അനുഭവങ്ങൾ അവരോട് ഞാൻ പങ്കുവച്ചു. വിദ്യാലയെ അസ്മാൻ പ്രതീക്ഷ രക്ഷിതാരഹ ആസൻ. ഞങ്ങളെ കാത്ത് പാരൻസ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെ എല്ലാ കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രാസാക്കം ഗൃഹം പ്രാപ്യ. ഞാൻ അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയി. അഹം യാത്രായ മധുരാനുഭവൈഹി താൻ അഭ്യനന്ദയം. എന്നിട്ട് ഞാൻ യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ നമ്മൾ എല്ലാവരോടും പറയും അവിടെ അത് കണ്ടു ഇത് കണ്ടു അങ്ങനെ കണ്ടു. അപ്പോൾ നിങ്ങളൊക്കെ പറയാറില്ലേ? അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ രാധികയ്ക്കും അമ്മയോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പഠനയാത്ര, അധ്യയന യാത്രയാണ് പോയതല്ലേ. അപ്പോൾ മക്കളെ, അതാണ് ആ ഒരു ചാപ്റ്റർ. പദച്ഛേദം നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പദച്ഛേദം നോക്കിയത് പഠിക്കുക. കിഞ്ചനോദാഹരണം മുറിക്കുമ്പോൾ കിഞ്ചന കൂട്ടണം ഉദാഹരണം. വികസിതേസ്മിൻ മുറിക്കുമ്പം വികസിതേ കൂട്ടണം അസ്മിൻ. മിഥോ ഭാഷണേന മിഥഃ ഭാഷണേന. ഏതന്മന്ദിരം ഏതത് കൂട്ടണം മന്ദിരം. തസ്മിൻ അവസരേ തസ്മിൻ കൂട്ടണം അവസരേ. ശക്യത ഇതി ശക്യതേ ഇതി. ഇനി വിഗ്രഹങ്ങൾ നോക്കിക്കോളൂ. വിഗ്രഹ ഔത്സുക്യസ്യ ഉത്സുകസ്യ ഭാവഃ ഔത്സുക്യം തസ്യ. ഉത്സുക ഭാവം ഔത്സുക്യമാണ് അതിൻ്റെ. ആനന്ദപൂരിതാഹ ആനന്ദേന പൂരിതാഹ സന്തോഷത്താൽ നിറഞ്ഞ. രാജമാർഗം രാജ്ഞഃ മാർഗഃ രാജമാർഗഃ തം രാജാവിൻ്റെ വഴിയല്ല രാജപാത. സുവർണകിരണൈഹി സുവർണ സന്നിഭൈഹി കിരണൈഹി. സുഖദായിക സുഖം ദദാതി യാ സാ. പഠനയാത്ര പഠനായ യാത്ര. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. പിന്നെന്താണ് അതിനകത്ത് നോക്കാനുള്ളത്? വിവിധ കലാരൂപാണാം ചിത്രാണി സമാഹൃത്യ ചിത്രസഞ്ചയം അങ്കീയ ചിത്രസഞ്ചയം സജ്ജീകരോതു. നിങ്ങളായിട്ടൊരു ആൽബം ഉണ്ടാക്കേണ്ടതാണ്, ചെയ്യുക. ഉദാഹരണം അനുസൃത്യ വിദ്യാലയീയ വിനോദയാത്രയായി യാത്രാസൂചിയും രചയതു. യാത്രാസൂചി എഴുതുക. അതായത് എത്ര മണിക്ക് വിദ്യാലയത്തः പ്രസ്ഥാനം, എത്ര മണിക്കാണ് വിദ്യാലയത്തിൽ നിന്ന് വിട്ടത്. പിന്നെ പ്രഭാത ഭോജനം 9 മണിക്കായിരുന്നു. 10 മണിക്ക് കേരള കലാമണ്ഡലത്തിലെത്തി, കൂത്തമ്പലം കണ്ടു. പിന്നെ 12:30 വള്ളത്തോൾ സ്മൃതി ഭവനം യാത്രാ ചിത്ര പ്രദർശനം കണ്ടു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ മധ്യാഹ്ന ഭോജനം കഴിച്ചു. 3 മണിക്ക് നിളാപുളിനം ഭാരതപ്പുഴയുടെ പുളിനത്തിൽ പോയി. പിന്നെ അങ്ങനെ പ്രത്യാഗമനം വരെയുള്ള ഒരു ലിസ്റ്റ് യാത്രാസൂചി എഴുതാനാണ് പറയുന്നത്. ഒരു ഡയറി എഴുതാൻ ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ഇഷ്ടതമ യാത്രായാഹ ദൈനികി. അപ്പോൾ ഒരു ഡയറി എഴുതാൻ ചോദിച്ചാൽ ജസ്റ്റ് ഒരു മോഡൽ നോക്കാം. അദ്യ മമ ജീവനസ്യ അതീവ സ്മരണീയ ദിവസഃ ആസീത്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ് ആയിരുന്നു. അഹം പ്രാതഃകാലേ ഉത്സാഹേന ഉദ്ധായ മിത്രൈ സഹ ഇഷ്ടതമ യാത്രയായി പ്രസിദ്ധ. ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? രാവിലെ നേരത്തെ എണീറ്റു. ഞാൻ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത്. പ്രഥമം വയം സമുദ്രതടം ഗതവന്തഃ. ഞാനും ഫ്രണ്ട്സും കൂടി ആദ്യം പോയത് ബീച്ചിലേക്കാണ്. തത്ര നീല ജലരാശി ശീതള വായു തരംഗനിനാദശ്ച അസ്മാൻ അത്യന്തം ഹൃഷ്ടാൻ അകരോത്. അവിടെ നീല നിറത്തിലുള്ള വലിയ ഒരു വെള്ളം ഇങ്ങനെ കടലിൽ കിടക്കുക. വെള്ളവും പിന്നെ നല്ല തണുത്തൊരു കാറ്റുണ്ടായിരുന്നു. പിന്നെ ഈ
തിരമാല തരംഗത്തിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. അനന്തരം അതിനുശേഷം വയം ഉദ്യാനം പ്രവിഷ്ടവന്തः, പിന്നെ ഞങ്ങളൊരു ഗാർഡൻ കാണാൻ പോയി, ഒരു പൂന്തോട്ടം, വലിയൊരു ഉദ്യാനം കാണാൻ പോയി. തത്ര നാനാവിധാനി പുഷ്പാണി ദൃഷ്ട്വാ മമ മനഃ പ്രസന്നമഭവത്, ആ ഒരു പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പലതരം പൂക്കളെ കണ്ടപ്പോൾ, പൂക്കളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി. മിത്രൈഹി സഹ ക്രീഡിത്വാ ചിത്രാണി അപി അങ്കിതവന്തः. സായംകാലേ സൂര്യാസ്തസ്യ മനോഹാരിണീം ശോഭാ ദൃഷ്ട്വാ വയം വിസ്മിതഃ അഭവത്. അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ കളിച്ചു. പിന്നെ അവിടെ എന്താണ്, വൈകുന്നേരം ആയപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ മനോഹാരിത, ആ ശോഭ കണ്ട് ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. തത്തഃ ആനന്ദേന ഗൃഹം പ്രതിനിവൃത്തഃ, അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അഹം യാത്രായാഹ മധുരാനുഭവം പിത്രോ അകഥയം, ഞാൻ എന്ത് ചെയ്തു, അച്ഛനോടും അമ്മയോടും ഈ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു ബ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു. ഏഷാ മമ ഇഷ്ടതമാ യാത്ര ആസീത്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ്, ആ ഒരു ഡയറിയാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ഉദാഹരണാനുസാരം യദ്യപി തഥാപി ഉപയുജ്യ വാക്യം പരിവർത്തയതു. ഉദാഹരണത്തിനനുസരിച്ച് നിങ്ങൾ യദ്യപി തഥാപി നോക്കി എഴുതുക, സ്വന്തമായി എഴുതാവുന്നതേ ഉള്ളൂ. ഉദാഹരണം എന്താണ്, രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ സഹ പ്രയത്നം ന തേജതി. അപ്പോൾ രമേശൻ പരീക്ഷയിൽ തോറ്റാലും അവൻ കഷ്ടപ്പെടുന്നത് വിട്ടിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ യദ്യപി രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ തഥാപി പ്രയത്നം ന ത്യജതി. അപ്പോൾ അവൻ പരീക്ഷയിൽ യദ്യപി തഥാപി ചേർത്ത് അവൻ ചെയ്ത്, അങ്ങനെ ആയാലും ഇങ്ങനെ എന്നിരുന്നാലും. വൃഷ്ടിഹി ഭവതി ബാലകാഹ ക്രീഡാങ്കണേ ക്രീഡന്തി, മഴ പെയ്യുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾ കളിക്കുന്നുണ്ട്. മമ വേതനം ന്യൂനം ഭവതി അഹം ധനസഞ്ചയം കരോമി, എൻ്റെ ശമ്പളം കുറവാണ്, ഞാൻ പൈസ സമ്പാദിക്കും, പൈസ കളക്ട് ചെയ്യും. ജ്വരഃ അസ്തി സഹ ഗൃഹകാര്യം കരോതി, അസുഖമുണ്ട്, അവൻ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യദ്യപി തഥാപി വെച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും, വൃഷ്ടിഹി ഭവതി ബാലകാഹ ക്രീഡാങ്കണേ ക്രീഡന്തി, യദ്യപി വൃഷ്ടിഹി ഭവതി തഥാപി ബാലകാഹ ക്രീഡാങ്കണേ ക്രീഡന്തി. മമ വേതനം ന്യൂനം ഭവതി അഹം ധനസഞ്ചയം കരോമി, യദ്യപി മമ വേതനം ന്യൂനം ഭവതി തഥാപി അഹം ധനസഞ്ചയം കരോമി. ജ്വരഃ അസ്തി സഹ ഗൃഹകാര്യം കരോതി, യദ്യപി സഹ ജ്വരഗ്രസ്തഃ അസ്തി തഥാപി സഹ ഗൃഹകാര്യം കരോതി. ഓക്കെ, സിമ്പിളാണ് അല്ലേ. അടുത്തത് ചിത്രം ദൃഷ്ട്വാ ലെട്ട് ലങ് ലൃട്ട് വാക്യാനി മാതൃകാനുസാരം ലിഖതു, യാത്രാനുഭവസ്യ വിവരണാത്മക വീഡിയോ സജ്ജീകൃത്യ അവതാരയതു. ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ ലെട്ട് ലങ് ലൃട്ട് ഒക്കെ എഴുതുക, പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വിനീതഹയാണ് സെൻറ്ററിൽ വരുന്നത് അല്ലേ. വിനീതഹ ചുറ്റും എന്തൊക്കെയുണ്ട്, ദൈനികിയുണ്ട്, ഭോജനമുണ്ട്, മൃഗശാലമുണ്ട്, സംസ്കൃതമുണ്ട്, പാദകന്തുകമുണ്ട്, സത്യമുണ്ട് അല്ലേ. അപ്പോൾ വിനീതൻ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എഴുതണം. വിനീതൻ ഡയറി, വിനീത് ഡയറി ദൈനികി, ഭോജനം ഭക്ഷണം, മൃഗശാല സൂ, സംസ്കൃതം സംസ്കൃതം, പാദകന്തുകം ഫുട്ബോൾ, പിന്നെന്താണ് സത്യം. ഓക്കെ, അപ്പുറത്ത് എന്തൊക്കെയുണ്ട്, അപ്പുറത്ത് വിനീതഃ ദൈനികീം അലിഖത് അലിഖത് ലിഖതി ലേഖിഷ്യതി, ഇപ്പുറത്ത് സംസ്കൃതം പഠിഷ്യതി പഠതി അപഠത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലെട്ട് ലങ് ലൃട്ട് നോക്കി ലെട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണെന്നറിയാം. വിനീതഃ ദൈനികീം ലിഖതി, വിനീത് ഡയറി എഴുതുന്നു, വർത്തമാനകാലം പ്രസന്റ് ടെൻസ് ലെട്ട്. ലങ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ്, ഭൂതകാലമാണ്. വിനീതഃ ദൈനികീം അലിഖത്, വിനീത് ഡയറി എഴുതി, കഴിഞ്ഞു പോയതാണ്. ലൃട്ട് ഭവിഷ്യത് കാലമാണ്, ഭാവിയാണ്, ഫ്യൂച്ചറാണ്, വരാൻ പോകുന്നതാണ്. വിനീതഃ ദൈനികീം ലേഖിഷ്യതി, വിനീത് ഡയറി എഴുതും. അപ്പോൾ ലെട്ട് പ്രസന്റ് ടെൻസ്, ലങ് പാസ്റ്റ് ടെൻസ്, ലൃട്ട് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാം എഴുതുക. ലെട്ട് ലങ് ലൃട്ട്. വർത്തമാനകാലത്ത് വിനീതഃ ദൈനികീം ലിഖതി, വിനീതഃ ദൈനികീം അലിഖത് ഭൂതകാലം, വിനീതഃ ദൈനികീം ലേഖിഷ്യതി ലേഖിഷ്യതി എന്താണ്, ഫ്യൂച്ചർ അല്ലേ, ഭവിഷ്യത് കാലം.
ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ട് ദൈനികം മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നോക്കി എഴുതുക. എന്താണ് സംസ്കൃതം വർത്തമാനകാലത്തിൽ എന്ത് വരും? പഠതി. ഭൂതകാലത്തിലോ പഠത്. പിന്നെ പഠിഷ്യതി. ഓക്കെ, ലെട്ട് ഏതാണ്? പഠതി. ലങ് പഠത്. ലെട്ട് പഠിഷ്യതി. ഓക്കെ, അതുപോലെ ഓരോന്നോരോന്ന് എഴുതുക കേട്ടോ. നോക്കി എഴുതാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് അവിടെ ഒരു ഖണ്ഡിക ഉണ്ടല്ലോ, എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കി. കൈരള്യാനെ ആധുനിക കവിത്രയെ അന്യതമഃ ഭവതി വള്ളത്തോൾ നാരായണ മേനോൻ മഹാശയ. വള്ളത്തോൾ നാരായണ മേനോൻ നമ്മുടെ കേരളത്തിലെ കവികളിൽ വളരെ പ്രസിദ്ധനാണ്. ആണല്ലോ, വള്ളത്തോൾ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം എപ്പോഴാണ് ജനിച്ചത്? 1878 ഒക്ടോബർ മാസം 16. ഓക്കെ, 1878 ഒക്ടോബർ മാസം 16 ജനിച്ചത്. മരിച്ചത് എപ്പോഴാണ്? 1958 മാർച്ച് 13. ഓക്കെ, മാർച്ച് 13. ഞാൻ മാർച്ച് 11 ജനിച്ചത്. ഞാൻ ജനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ മാർച്ച് 13 അദ്ദേഹം മരിച്ചത് അല്ലേ. അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമായ എൻ്റെ പിറന്നാൾ മാർച്ച് 11, മാഷിൻ്റെ പിറന്നാൾ മാർച്ച് 11, വള്ളത്തോൾ മരിച്ചത് മാർച്ച് 13. പിന്നെ 58ഉം 78ഉം അപ്പോഴും ഓർക്കാൻ സുഖമായി അല്ലേ. 78 ജനിച്ചു, 58 അടുത്ത വർഷം 58 മരിച്ചു. 1878 ജനിച്ചു, 1958 മരിച്ചു. അപ്പോൾ എത്ര വർഷം അദ്ദേഹം ജീവിച്ചു എന്നൊന്ന് കണക്കൂട്ടി പറഞ്ഞേ. നോക്കട്ടെ, ആർക്കൊക്കെ നന്നായിട്ട് കണക്കറിയാൻ നോക്കട്ടെ. 1958 അദ്ദേഹം മരിച്ച വർഷം, 1878 അദ്ദേഹം ജനിച്ച വർഷം. എത്ര വയസ്സ് വരെ ജീവിച്ച് കണ്ടുപിടിച്ച് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഒക്ടോബറിലാണ് അദ്ദേഹം ജനിച്ചത്. 16 മലപ്പുറം ജില്ലായാം മംഗലം ദേശേ അഭവത്. മലപ്പുറത്ത് മംഗലം എന്ന് പറയുന്ന ഒരു ദേശത്താണ് നമ്മുടെ വള്ളത്തോൾ ജനിച്ചത് കേട്ടോ. മംഗലദേശം. തിരൂരിൻ്റെ ഒക്കെ അടുത്ത് ചേന്നര ഗ്രാമത്തിലാണ് അത് വരിക കേട്ടോ. തസ്യ പിതരൗ കടുങ്കോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയത് കുട്ടിപ്പാറു അമ്മാച്ച ഭവതഃ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരാണ് പറയുന്നത്. കുട്ടിപ്പാറു അമ്മ, കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയത്, ഇവരുടെ 2 പേരുടെയും മകനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. സ്വസ്യ 12തമേ വയസ്സി സഹ കാവ്യരചനാം ആരബ്ധവാൻ. 12ാമത്തെ വയസ്സിൽ മുതൽ തന്നെ അദ്ദേഹം പിന്നെ കവിതകൾ എഴുതി തുടങ്ങി. സഹ ചിത്രയോഗം ഇതി മഹാകാവ്യസ്യ രചനയാ മഹാകവി ഇതി പ്രസിദ്ധോ ഭവത്. ചിത്രയോഗം എന്ന് പറയുന്ന ഒരു പിന്നെ കാവ്യം എഴുതിയതുകൊണ്ട് അദ്ദേഹം മഹാകവി എന്ന് അറിയപ്പെടുന്നു. സഹ സ്വതന്ത്രതാ സംഗ്രാമേ പ്രവൃത്ത മലയാള കവി ആസീത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മലയാള കവിയാണ് നമ്മുടെ വള്ളത്തോൾ. അപ്പോൾ ചിത്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം. 1914 ചിത്രയോഗം ഇറങ്ങിയത്. 1914 ചിത്രയോഗം. ഓക്കെ. ഋഗ്വേദ പുരാണാനി വാൽമീകി രാമായണം ച സഹ കൈരള്യാം വിവർത്തനമരകോത്.
വിവർത്തനമാക്കാറോത്ത് അല്ലേ? ഓക്കെ, അപ്പം എന്താണ് അദ്ദേഹം ഈ നമ്മുടെ ട്രാൻസ്ലേഷൻ കുറേ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? വൈദിക സംസ്കൃതത്തിലുള്ള ഋഗ്വേദം അദ്ദേഹം നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ ഋഗ്വേദം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്, പുരാണങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ വള്ളത്തോളിൻ്റെ ഫേമസ് ആയിട്ടുള്ള വിവർത്തനം എന്താണ്? വാൽമീകി രാമായണമാണ്. സംസ്കൃതത്തിലുള്ള വാൽമീകി രാമായണം, ആദ്യത്തെ രാമായണം. വാൽമീകി രാമായണസ്യ കൈരളീ വിവർത്തനേന കേരള വാൽമീകി ഇത്യപരനാമാപി സ പ്രാപ്തവാൻ. അദ്ദേഹം ഈ രാമായണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, വാൽമീകിയുടെ രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിച്ചു? കേരളത്തിലെ വാൽമീകി എന്ന് വിളിച്ചു. കേരള വാൽമീകി എന്നറിയപ്പെടുന്നപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ. തേന വിരചിതാനി ഖണ്ഡകാവ്യ സമാഹാരണി ഭവന്തി ശിഷ്യനും മകനും എൻ്റെ ഗുരുനാഥൻ ദിവാസ്വപ്നം മദ്ഗലനമറിയം ബധിരവിലാപഹ ഇത്യാദിനി. അപ്പോൾ അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യ സമാഹാരങ്ങൾ ഒന്നാണ് ശിഷ്യനും മകനും, പിന്നെ എൻ്റെ ഗുരുനാഥൻ അല്ലേ, ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും എന്നൊക്കെ തുടങ്ങുന്ന കവിത എൻ്റെ ഗുരുനാഥൻ, ദിവാസ്വപ്നം, മദ്ഗലനമറിയം, ബധിരവിലാപം, അങ്ങനെയുള്ള കുറേ കൃതികളുണ്ട്. സാഹിത്യമഞ്ജരിയൊക്കെ നിങ്ങൾക്കറിയാം. കൊച്ചി മഹാരാജസ്യ മുകുന്ദരാജസ്യ സഹായേന വള്ളത്തോൾ മഹാശേഖ, അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ച കാര്യമാണ് പറയുന്നത്. രാജാവിൻ്റെ സഹായത്തോടെ, കൊച്ചി മഹാരാജാവിൻ്റെ, മുകുന്ദരാജാവിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഓക്കെ, 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 1930 അദ്ദേഹം എന്ത് ചെയ്തു? കേരള കലാമണ്ഡലം, വള്ളത്തോൾ എന്ത് ചെയ്തു? കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. 1927 തന്നെ ഒരു ചെറിയ സൊസൈറ്റി ആയിട്ട് തുടങ്ങിയെങ്കിലും 1930 നവംബർ 9 അത് ഒരു വലിയൊരു സംഭവമായിട്ട് പ്രവർത്തനം തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ. പത്മവിഭൂഷണം കവിസാർവഭൗമ ഇത്യാദിഭിः പുരസ്കാരൈः സമാദൃതഃ അയം മഹാത്മഃ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോന് പത്മവിഭൂഷണം അല്ലേ, നമ്മൾ ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഉള്ളതാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ അല്ലേ, ഭാരതരത്നൊക്കെ ഉണ്ട്. അപ്പോൾ പത്മവിഭൂഷൺ എന്ന് പറയുന്ന വലിയ ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസ്യ അശീതിതമേ വയസ്സി. നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അശീതി പറഞ്ഞാൽ 80. ഓക്കെ, 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം, 80 years ആയപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, മാർച്ച് മാസം 13 പിന്നെ കൂത്തമ്പലത്തെക്കുറിച്ചൊരു പാരഗ്രാഫ് ഉണ്ട്. ഭരതമുനേഹെ നാട്യശാസ്ത്രാനുസാരം നിർമ്മിതം നാട്യഗൃഹം ഭവതി കൂത്തമ്പലം. ഭരതമുനിയുടെ നാട്യശാസ്ത്രം അനുസരിച്ചുണ്ടാകുന്ന ഒരു നാട്യ വീട്, ഡാൻസ് കളിക്കാനുള്ള ഒരു സ്റ്റേജ് പോലത്തെ ഒരു അമ്പലമാണ്, ഒരു നാട്യഗൃഹമാണ് കൂത്തമ്പലം. കലാമണ്ഡലസ്യ കൂത്തമ്പലസ്യ സ്തംഭേഷു അവിടെ നാട്യകരണാനി ചിത്രീകൃതാനി സന്ധി. കലാമണ്ഡലത്തിൽ ഈ പറയുന്ന 108 നാട്യകരണങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. തത്ര കൂത്ത്, കൂടിയാട്ടം ഇത്യാദീന് കേരളീയാനി അനുഷ്ഠാന കലാരൂപാണി അവതാരയന്തി. അവിടെ കൂത്തും കൂടിയാട്ടവും എന്നിങ്ങനെ ഇതൊക്കെ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? ജസ്റ്റ് ഒരു വായിച്ച് പോവാ. ശബ്ദകോശം നോക്കുക. അനുശീലനം, പ്രശിക്ഷണം, പരിശീലനം. കലനം, ഗണനം, ഗണനം. കുഡ്മളം, മുകുളം, പൂമുട്ട്. ദേദീപ്യമാനഃ, ശോഭായമാനഃ, ശോഭിക്കുന്ന. നിയാമ്യതാം, നിയന്ത്രണം, ക്രിയതാം, നിയന്ത്രിക്കപ്പെടണം. പാരസികഃ, പേർഷ്യ, രാഷ്ട്രപേർഷ്യക്കാരൻ, പുലിനം, തീരം, മണൽത്തിട്ട. മഹാരഥഃ, മഹാത്മാ, ശ്രേഷ്ഠൻ. രാജമാർഗഃ, മുഖ്യമാർഗഃ, ദേശീയപാത, ഹൈവേ. വിതന്യന്തെ, വിസ്താര്യന്തെ, വിസ്തരിക്കുന്നു. ബീങ് എക്സ്പ്ലെയിൻഡ്. സംഖ്യാവന്തഃ, പണ്ഡിതാഃ, പണ്ഡിതന്മാർ. സംഖ്യാവന്തഃ, സ്കോളേഴ്സ്. പിന്നെ ക്രിയാപദ പരിചയം കൊടുത്തിട്ടുണ്ട്, വായിക്കുക. അഭിപ്രൈതി, പ്രായച്ഛത്, ദൃശ്യത്തെ, നിഷേവത്തെ, മന്യസേ, ശക്യത്തെ, സമായാന്തി.
വിവൃണ്ണന്തി പുഷ്ണാതി അയാപയാമഹ അഭ്യനന്ദയം. ഗ്രാമറൊക്കെ ജസ്റ്റ് വായിച്ച് പോകാട്ടോ. പിന്നെ ഒരു മാതൃക അഭ്യാസ പത്രികയുണ്ട്, അത് നമ്മൾ പിന്നീട് നോക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ക്ലിയർ? അപ്പോൾ 8ാമത്തെ പാഠം ഗച്ഛാമോ വയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ടാറ്റ.